ഇന്ന് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ഒറ്റയടിക്ക് നാട്ടിലെത്താം എന്നുള്ളതല്ല, കുറേ കാലമായിട്ട് പോകണമെന്ന് വെച്ചിരിക്കുന്ന കുറേ സ്പോട്ടുകളെല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ട്രിപ്പാണേ. ഈ ക്ലോക്ക് ടവർ കണ്ടു. ഇതിന് 72 അടി ഉയരം വരുന്ന ഒന്നാണേ. ഏകദേശം 99 വർഷത്തോളം ഇതിന് പഴക്കമുണ്ട്. പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ളൊരു ട്രിപ്പായതുകൊണ്ട് മൈസൂർ എത്താൻ തന്നെ നല്ല ലേറ്റായി. പോരാത്തതിന് ഹോളിഡേ ആയിരുന്നുകൊണ്ട് നല്ല ഓവർ ക്രൗഡും ആയിരുന്നു. പക്ഷെ പാലസ് ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ക്ലൈമറ്റ് പിന്നെ ഒന്നും പറയണ്ട. നടന്ന് നടന്ന് നടന്നങ്ങ് സൂര്യന് അടുത്തെത്തിയ പോലെയുള്ള ഒരു ഫീലായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഈ കൊട്ടാരവളപ്പിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പാലസിന് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് 120 റുപ്പീസ് ആണേ. പിന്നെ ഇവിടെ ചെരുപ്പും മറ്റുമൊക്കെ തന്നെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇവരെ തന്നെ ഒരു ഫ്രീ സർവീസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനിടെ കൂടെ ചില ടിപ്പൊക്കെ ചോദിക്കുന്ന ആൾക്കാരും കൂട്ടത്തിലുണ്ട്. പിന്നെ പാലസ് ഫുള്ളും ഒരു ഇൻഡോ സാരസനിക് ആർക്കിടെക്ചറാണ് നമുക്ക് കാണുന്നത്. കൂടാതെ ഇതിനുള്ളിൽ ഒരു ചെറിയ മ്യൂസിയം സെറ്റപ്പ് ഒക്കെ കൂടി തന്നെയുണ്ട്. ഇതിൻ്റെ ഓരോ പില്ലറുകളും ചുവരുകളും ഡോറുകളും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. പാലസ് കണ്ടിറങ്ങിയ ശേഷം നേരെ ഒന്ന് ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ അറ്റ് ലാസ്റ്റ് അവിടുത്തെ സ്പെഷ്യൽ മൈസൂർ പാക്കും വാങ്ങിയിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങിയത്. നാളെ ഇനി ഇവിടുന്ന് നേരെ കൂർഗിലേക്കാണ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ പിന്നെ ടാറ്റാ, ബൈ ബൈ.